നമസ്കാരം. 3 ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസ് നൽകുകയുണ്ടായി. ഭരണപക്ഷത്തുള്ള ഡി കെ മുരളിയാണ്, CPM-കാരനായ ഡി കെ മുരളിയാണ് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് നൽകിയതിന് കാരണം ഒരു എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം നിയമസഭയ്ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 3 പേർ CPM-കാരാണ്. കൂടാതെ CPIക്കും അതേപോലെ കോൺഗ്രസിനും എല്ലാം അംഗങ്ങളുണ്ട്. ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുള്ളത് 3 ബലാത്സംഗ കേസുകളാണ് ആർക്കുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് 3 ബലാത്സംഗ കേസിലും അദ്ദേഹത്തിന് 2 ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി. 3ാമത്തെ ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയിൽ നോട്ട് അറസ്റ്റ് എടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇങ്ങനെ നിരന്തരമായി ബലാത്സംഗ കേസിൽ പ്രതിയാകപ്പെട്ട രാഹുൽ മാങ്കൂട്ടം സഭയ്ക്ക് തന്നെ അപമാനമാണ് എന്നുള്ള രൂപത്തിലും ഇത്തരം ആളുകൾ MLA-മാരാവരുത് എന്നുള്ള നിഗമനത്തിലും എന്ന് വാദഗതി ഉയർത്തിക്കൊണ്ടും അദ്ദേഹത്തെ അയോഗ്യനാക്കണം എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഡി കെ മുരളി. എന്നാൽ ഇന്ന് നടന്ന UDF കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസ് പറഞ്ഞത് ആരോപണ വിധേയനായ ആളാണ്, അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടില്ല. കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അദ്ദേഹത്തിനെ അയോഗ്യനാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു കുറ്റം ചെയ്തു എന്ന് ഹൈക്കോടതിയിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള വിധി ഉണ്ടാകാതെ അങ്ങനെ ചെയ്താൽ അത് മറ്റുള്ളവരെയും ബാധിക്കും. നിയമസഭയിൽ ഇപ്പോൾ ഏറ്റവും അധികം അങ്ങനെയുള്ള ഒരാൾ ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മുകേഷാണ്. മുകേഷ് ബലാത്സംഗ കേസിൽ കുറ്റക്കാരനാണെന്ന് കൃത്യമായി കണ്ടെത്തി അദ്ദേഹം ബലാത്സംഗത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. ഇതേപോലെ കോൺഗ്രസിലും 2 പേരുണ്ട് ആരോപണ വിധേയരായിട്ടുള്ള, വിൻസെന്റും അതേപോലെ പെരുമ്പാവൂർ MLA-യും പെരുമ്പാവൂർ MLA ഇതിൽ ഈ അടുത്ത കാലത്താണ് കേസിൽ പ്രതിയായിട്ടുള്ളത്. ഈ കേസുകളെല്ലാം തന്നെ ശരി തെറ്റ് പരിശോധിക്കുന്ന ആരാണ്? കോടതിയാണ്. ഇന്ന് വരെ അതിൽ വിധി വന്നിട്ടില്ല. അയൽക്കാട് ഏറ്റവും കൂടുതൽ കേസുകളിൽ ഒന്നും പ്രതിയായിട്ടില്ലെങ്കിലും ഒരു സരിതാ നായരുടെ കുട്ടിയുടെ പിതാവാണ് ആര്? ഗണേശൻ. അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പെണ്ണ് പിടിയനാണെന്നും ഉള്ള കൃത്യമായ തെളിവാണ് സരിതാ നായരിലൂടെ വന്നിട്ടുള്ളത്. സരിതാ നായരാകട്ടെ ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത് വലിയ തോതിൽ ഒച്ചപ്പാടുണ്ടാക്കി. അതിന്റെ പേരിൽ 2016 കേരളത്തിൽ അട്ടിമറി വിജയം നേടി പിണറായി വിജയന് അധികാരത്തിലെത്തിക്കാൻ സഹായിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള സരിതാ നായരിൽ കുട്ടിയുള്ള ആളാണ്. അവിഹിതമായി ജാരസന്ധിതിയുള്ള ആളാണ് ഗണേശൻ. ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളപ്പോൾ ആരോപണ വിധേയനായ ഒരാളെ അയോഗ്യനാക്കാൻ യാതൊരു നിയമവും അനുശാസിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പറഞ്ഞത്. ഇത് മുസ്ലിം ലീഗിന്റെയും മറ്റു കക്ഷികളുടെ ആളുകൾ അംഗീകരിക്കുകയായിരുന്നു. ഒരാളെ നിയമത്തിന് മുന്നിൽ പറയണമെങ്കിൽ കൃത്യമായിട്ട് അത് കോടതിക്ക് മുന്നിൽ വന്ന് കൃത്യമായി വിചാരണ നടന്ന് അദ്ദേഹം കുറ്റവാളിയായി കോടതി പറയണം അദ്ദേഹം അയോഗ്യനാകണം. ഈ അടുത്ത കാലത്ത് അയോഗ്യനാക്കപ്പെട്ട ഒരാളാണ് മന്ത്രി രാജു. അദ്ദേഹത്തിന് ഒരു കേസ് എന്തായിരുന്നു? ഒരു സായിപ്പ് ധരിച്ചിരുന്ന ജഡ്ഡിയിൽ കരുതിയിരുന്ന ഈ പറയുന്ന മയക്കുമരുന്ന് കേസായിരുന്നു. ആ ജഡ്ഡി തന്നെ അദ്ദേഹം ചെയ്തു അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ സ്വാധീനത്തോടെ തട്ടിയെടുക്കുകയും എന്നിട്ട് അത് വേറെ രൂപത്തിലാക്കുകയും കോടതിയിൽ ചോദ്യങ്ങൾ വന്നപ്പോൾ ആ ജഡ്ഡി അല്ല ഇത് എന്ന്, ആ അണ്ടർവെയർ അല്ല ഇതെന്ന് കണ്ടെത്തുകയും എന്ന രൂപത്തിലാക്കുകയും അങ്ങനെ കേസ് അട്ടിമറിക്കപ്പെട്ടു. പിന്നീടാണ് ഇത് മാറ്റിയതെല്ലാം ഈ പറയുന്ന മന്ത്രിയാണെന്ന് മനസ്സിലാക്കുകയും രാജ്യബ്രഹ്മാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹം ഇനി അയോഗ്യനാക്കപ്പെടുകയും ചെയ്തു. ഈ അയോഗ്യത വരണമെങ്കിൽ ഒരു കുറ്റത്തിൽ വിധി വരണം. അതേപോലെ ഒരു വിധി ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ആ വിധി ഇല്ലാത്തിടത്തോളം കാലം അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതേപോലെയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നിയമസഭയിൽ വന്നിട്ടില്ല. അതായത് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്നില്ല. അതായത് അദ്ദേഹം കുറ്റവാളിയാണ്, കുറ്റം ചെയ്തു എന്ന് കോടതി പ്രഖ്യാപിച്ചില്ല. 3 ആരോപണങ്ങളാണ്. അതിൽ തന്നെ കോടതി പറഞ്ഞ എന്താണ്? അപ്പോൾ വന്ന ഏറ്റവും 3ാമത്തെ വിധിയിൽ പറയുന്നത് അദ്ദേഹത്തിനെതിരെ പരാതി എടുത്തത് നിയമവിരുദ്ധമാണ്. അത് ആ പരാതി നിലനിൽക്കുന്നതല്ല. അതില് ആ പരാതിക്കാരിയുടെ ഒപ്പില്ല, വ്യാജൊപ്പാണ്. മാത്രമല്ല 2ാമത്തെ കാര്യം മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടുള്ള യുവതിയുടെ. 3ാമത്തെ കാര്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പോലും ഇല്ലീഗലാണ്. 4ാമത്തെ കാര്യം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കാര്യത്തിന് ബലാത്സംഗം ചെയ്ത അന്ന് മുതൽ പരാതി കൊടുത്തത് 2 വർഷം കഴിഞ്ഞ ശേഷമാണ്. അതും മാത്രമല്ല
പരാതി 2 വർഷം കഴിഞ്ഞ് കൊടുത്തു എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ശേഷവും നിരന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വേണം, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ രാത്രി ഒരുമിച്ച് കഴിയണം എന്നൊക്കെ പറഞ്ഞുള്ള വാദഗതികൾ കൃത്യമായി രേഖാമൂലം കോടതിയിൽ സമർപ്പിക്കാണ്ട് കോടതി പോലും ഇത് ബലാത്സംഗമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ബലാത്സംഗമല്ല പറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ പരാതിക്കാരി തന്നെ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല, താല്പര്യമില്ല, ഞാൻ പോലീസിന് പരാതി നൽകിയിട്ടില്ല. അതേപോലെ മൂന്നാമത്തെ പരാതി ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്, എനിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, വാദി പ്രതിയാകുന്ന കേസാണ്, എനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോയാൽ ഞാൻ ജയിലിലാകും, ഞാൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി. നല്ലൊരു നടത്തിയിരുന്ന ഭർത്താവ് ഡോക്ടറായിരുന്നു. ആ ഭർത്താവ് ഈ കഥകളെല്ലാം പുറത്തു വന്നതോടെ എന്നിട്ടേച്ചു പോയി. ഇനി എനിക്ക് ലൈഫില്ല എന്ന് പറഞ്ഞിട്ട് ഈ കള്ളക്കഥ പൊളിഞ്ഞു പോയിരിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് ആ യുവതി തന്നെ പിന്മാറിയിരിക്കുന്നു. കാരണം ഇതിന് സ്വാധീനം ചെലുത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞ പ്രകാരം പ്രവർത്തിച്ച് അവസാനം നാണം കിട്ടും, നാറി എന്നുള്ളതാണ് സത്യം. ഈ വിധത്തിൽ വന്ന കേസുകളെല്ലാം ബലാത്സംഗമായി കരുതാൻ പറ്റില്ല. ഒരാളെ പറ്റി കൃത്യമായി തെളിവുകൾ വേണം. ആ തെളിവുകൾ പ്രകാരം കോടതി ശിക്ഷിക്കണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തെ കുറ്റക്കാരനായി കാണുകയും അയോഗ്യനാക്കാനും കഴിയുള്ളൂ. അല്ലാതെ കോടതി വിധിയില്ലാതെ എങ്ങനെയൊന്നും പറ്റില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ പറ്റില്ല എന്നുള്ള നിഗമനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ മുമ്പ് ഗണേശനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും, MLA സ്ഥാനം അയോഗ്യനാക്കേണ്ടി വരും, അതേപോലെ മുകേഷിനാക്കേണ്ടി വരും. അങ്ങനെയല്ല, പലർക്കും പല നിയമങ്ങളായി മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല, ഈ ചർച്ച മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരിച്ചടി കിട്ടുന്നത് ഗവൺമെന്റിനായിരിക്കും. ഗണേശൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ തരത്തിലും കള്ളക്കളി കളിച്ച, വ്യാജമായി 5 പേജ് എഴുതിയുണ്ടാക്കി ഉമ്മൻചാണ്ടിയെ ഇല്ലാത്ത കഥയിൽ കുടുക്കിയ ആളാണ് ഗണേശൻ. ആ ഗണേശൻ ഫോർജറി കേസിൽ ഇപ്പോൾ അവിടെ കൊട്ടാരക്കര കോടതിയിൽ നിൽക്കുകയാണ്. ആ കേസ് ഏട്ടം വിജയിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതകാലം മുഴുവൻ രക്ഷ നിൽക്കാൻ പറ്റില്ല. അത്രയും ഗുരുതരമായ കേസാണ് ഇപ്പോൾ കൊട്ടാരക്കര കോടതിയിൽ നടക്കുന്നത്. കൃത്യമായി ജയിലിലെ ഉദ്യോഗസ്ഥൻ വന്ന് മൊഴി പറഞ്ഞു കഴിഞ്ഞു. 21 പേജുള്ളൂ, 21 പേജിൽ അല്ല 26 പേജ് പിന്നെ ഉണ്ടാക്കിയതാണ് എന്ന് കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് വ്യാജരേഖയുണ്ടാക്കിയതിന്, വ്യാജ തെളിവുണ്ടാക്കിയതിന്, അതിന് കൂട്ടുനിന്നതിന്, ഗൂഢാലോചന നടത്തിയതിന് ഗണേശൻ ഏറ്റവും ചുരുങ്ങിയത് 10 വർഷം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ കൂടി വരികയാണ്. പെണ്ണ് കേസിൽ മാത്രമല്ല, വ്യാജരേഖ ഉണ്ടാക്കി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത പ്രവർത്തകനാണ്, ആളാണ് MLA ആയ മന്ത്രിയായ ഗണേശൻ എന്നുകൂടി വരുമ്പോൾ എല്ലാം തലകുത്തനെ മറിയാൻ വെളുക്കാൻ തേച്ചത് പാണ്ടാവുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്നത്. അതിന് UDF കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം. നന്ദി, നമസ്കാരം.